ടൂറിസം രംഗത്ത് വലിയ തോതിൽ വിദേശ നാണ്യം നേടിത്തരാൻ കൊച്ചി മെറീന സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. രാജ്യാന്തര മെറീന ക്ലബിൽ അംഗത്വമെടുത്തിട്ടുള്ള കൊച്ചിയുടെ പ്രവർത്തനം സമുദ്രസഞ്ചാരികളെ കാര്യമായി ആകർഷിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ദിവസവും രാജ്യാന്തര ക്രൂസ് നടത്തുന്ന ഒട്ടേറെ പായ്ക്കപ്പലുകൾ കടന്നുപോകുന്നുണ്ടെങ്കിലും മെറീനകളില്ലാത്തതിനാൽ കേരള തീരത്തെടുക്കുന്നവയുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെയാണ് കൊച്ചിയിൽ രാജ്യാന്തര മെറീന എന്ന ആശയം ഉടലെടുത്തത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് സുയസ് കനാൽ കടന്ന് പൗരസ്ത്യദേശത്തേക്ക് പോകുന്നവർക്ക് പറ്റിയ ഇടത്താവളമാകും കൊച്ചി. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ സംസ്ഥാനത്തിന്റെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാമെന്നും KTDC കണക്കുകൂട്ടുന്നു. ഇന്ന് അന്താരാഷ്ട്ര രംഗത്ത് നൗകകളിൽ സഞ്ചരിക്കുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണം കൂടി വരികയാണ്. സ്വന്തമായി പായ്ക്കപ്പലും മറ്റുള്ള ആളുകൾ ധാരാളമുണ്ട്, കോർപ്പറേറ്റ് ഹൗസുകൾക്കുണ്ട്. അവർക്കൊന്നും നങ്കൂരിടാനുള്ള സ്ഥലം ഇല്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ. അതുകൊണ്ട് ടൂറിസം പ്രാധാന്യം വളരെ വർദ്ധിക്കുകയും ഇവിടെ നങ്കൂരമിടുന്ന സഞ്ചാരികൾ കൊച്ചിയിൽ നിന്നും കുമരകത്തേക്കും മൂന്നാറിലേക്കും ആതിരപ്പള്ളിയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇതൊരു ടൂറിസം ആകർഷണമായി കൊച്ചി മാറുകയും ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ടൂറിസം പോയിന്റായി കൊച്ചി മാറുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. KTDCയുടെ ഉടമസ്ഥതയിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രോജക്ട് തയ്യാറാക്കിയത് കിറ്റ്കോയാണ്. തുടക്കത്തിൽ മെറീനയുടെ നടത്തിപ്പ് ചുമതല ഓഷ്യൻ ബ്ലൂ എന്ന കൺസോർഷ്യത്തിനാണ്. വാടകയുടെ 50% KTDCക്ക് ലഭിക്കും. 3 വർഷം കഴിഞ്ഞ് നടത്തിപ്പ് പൂർണ്ണമായും KTDC ഏറ്റെടുക്കും. ഇത് KTDCയുടെ വരുമാനത്തിൽ കാര്യമായ വർധനയുണ്ടാക്കുമെന്ന് കണക്കാക്കുന്നു. നിഷ ജബി, മനോരമ ന്യൂസ്, കൊച്ചി.